ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ സുരേഷ്. ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിൽ വിലയിരുത്താനാവുക? 2021 മുതൽ ഈ 25 നിൽക്കുമ്പോൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഒരുപാട് നേട്ടങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അത് പശ്ചാത്തല മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം കാർഷിക മേഖലയിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഇടുക്കി എന്ന ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്നത് ഈ ടൂറിസം മേഖലയിലെ അനന്തമായ സാധ്യതകളെ തന്നെയാണ്. അത്തരത്തിൽ ഈ കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉള്ള ടൂറിസം കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ്? അതിൽ എങ്ങനെയൊക്കെയാണ് അതിനെ വിപുലപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്? ഇടുക്കിയെ സംബന്ധിച്ചോളം ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് അഞ്ചുരുളി, ഇപ്പോൾ കാണുന്ന അഞ്ചുരുളി ടണല്, അത് ഇപ്പോൾ തന്നെ ലോക പ്രശസ്തമാണ്. ഒരുപാട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലല്ലാത്തതിൽ അവിടെ ചില പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പരിമിതികളുണ്ട്. അവിടെ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഒരു ശൗചാലയ കോംപ്ലക്സ് ആണ് നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുള്ളത്. അത് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം അത് അവിടെ വികസന പ്രവർത്തനം നടത്തുന്നതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയാണ്. അത് ഡാം സേഫ്റ്റി വിഭാഗവും അതുപോലെ തന്നെ ഫോറസ്റ്റ് റവന്യൂ വിഭാഗവും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏറ്റവും നല്ല ഒരു ടൂറിസം, ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ടൂറിസം പ്ലേസായി മാറ്റാവുന്ന ഒരു സ്ഥലമാണ് അഞ്ചുരുളി. അവിടെ നമുക്കറിയാം ബോട്ടിങ് നടത്താം. ബോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലെ അരമണിക്കൂർ കൊണ്ട് ഈ ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചേരാവുന്ന രീതിയിൽ ഇടുക്കി ജലാശയത്തിലൂടെ നമുക്ക് ബോട്ടിംഗ് സർവീസ് ഏർപ്പെടുത്താം. അതുപോലെ തന്നെ അവിടുന്ന് കൊച്ചിടുക്കി വളാടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 4 ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒറ്റപ്പാറ, അവിടെയൊക്കെ ആ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചാൽ കേരളത്തിലെ തന്നെ ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നതിന് നമുക്കത് സാധിക്കും. തീർച്ചയായും. ഒപ്പം തന്നെ കൃഷിക്ക് അതിപ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിൽ ഈ മഞ്ഞൾ കിറ്റ്, ഇഞ്ചി കിറ്റ് തുടങ്ങിയവയെല്ലാം നൽകിക്കൊണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ച് കൊണ്ടുപോരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. നമുക്ക് പഞ്ചായത്തുകളിൽ നമുക്ക് കാർഷിക മേഖലയിൽ കൂടുതൽ ആളുകളും ജൈവവള വിതരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി തൈകള്, കിറ്റുകളൊക്കെ കൊടുത്ത ആയിരുന്നു പല പഞ്ചായത്തുകളും നടക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് നമ്മുടെ കൃഷിഭവൻ മുഖേന നടക്കുന്ന പദ്ധതികളെല്ലാം തന്നെ വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് നമുക്ക് ഇഞ്ചി, മഞ്ഞൾ കിറ്റുകളാണ്. നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ആവശ്യമുള്ള ഇഞ്ചി നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമുക്ക് ചെടിച്ചട്ടുകളിലോ അല്ലെങ്കിൽ ചാക്കുകളിലൊക്കെ മണ്ണ് നിറച്ചോ അല്ലെങ്കിൽ മുറ്റത്ത് ചെടി വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നടുന്നതിന് വേണ്ടി ഇഞ്ചി, മഞ്ഞൾ കിറ്റുകൾ 2 വർഷമായി നമ്മൾ കൊടുത്തു വരികയാണ്. തുടർന്ന് ഈ വർഷവും നമുക്ക് അപേക്ഷ വെച്ച മുഴുവൻ ആളുകൾക്കും നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഭക്ഷണം, നല്ല ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് വേണ്ടി ഫലവൃക്ഷ കിറ്റുകൾ നമ്മൾ കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തു. അപ്പൊ നമുക്കറിയാം, നമുക്ക് അല്ലെങ്കിൽ ഒരു പച്ചമുളകിന്റെയോ വഴുതനയോ പാവലോ ഒന്നും കൊടുക്കാതെ തന്നെ അതൊക്കെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു 10 രൂപ കൊടുത്താൽ പോലും അതിന്റെ വിത്തുകൾ കിട്ടും. അതിനപ്പുറം നമുക്ക് ഈ ഒരു 1000-1250 രൂപ വില വരുന്ന ഫലവൃക്ഷ തൈകളുടെ കിറ്റുകളാണ് നമ്മൾ ഈ വർഷം ഓരോ വീടുകളിലും എത്തിച്ചു നൽകാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് തന്നെ റംബുട്ടാൻ തൈകൾ വിതരണം ചെയ്തിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലാണ് കൃഷിഭവൻ മുഖേനയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നത്. തീർച്ചയായും. വ്യത്യസ്തമായിട്ടുള്ള കൃഷി ആശയങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് മുന്നോട്ട് വെക്കുമ്പോഴും ഏറ്റവും ഭീതി ഉള്ളത് എന്ന് പറയുന്നത് വന്യജീവി ശല്യം തന്നെയാണ്. ഇത്തരത്തിൽ ഈ വന്യജീവി ശല്യത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് നിലവിൽ ആവിഷ്കരിച്ചു വരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തില് 7ഓളം വാർഡുകൾ വന അതിർത്തി പങ്കിടുന്ന വാർഡുകളാണ്. അവിടെയെല്ലാം ഒരു ചില പ്രത്യേക വേനൽക്കാല മാസങ്ങളിൽ മഴയോടനുബന്ധിച്ച് തന്നെ കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമായി വരുന്ന ചില പ്രദേശങ്ങളുണ്ട്. അപ്പൊ അവിടെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ട്രെഞ്ച് നിർമ്മിക്കുന്നതിന് സാധിച്ചു. അത് വളരെയേറെ ഗുണപ്രദമായിരുന്നു. ട്രെഞ്ച് 4 കിലോമീറ്ററോളം ട്രെഞ്ചാണ് അവിടെ ആന വരുന്ന സൈഡിൽ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ കാട്ടാനകള് കൃഷിഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് കർഷകർക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി ഞങ്ങള് നമ്മുടെ ജനകീയ വികസന കാർഷിക സമിതിയിലൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോറസ്റ്റുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം മൂലം നമ്മള് കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഹാങ്ങിങ് ഫെൻസിങ് നമ്മുടെ പഞ്ചായത്തിൽ 7 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഏകദേശം ഈ മെയ് മാസത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തികൾ പൂർണ്ണ സംരക്ഷണം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്.
തീർച്ചയായും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അടിസ്ഥാന വികസനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പരമപ്രധാനം. അതിൽ ഈ ലൈഫ് ഭവന പദ്ധതി, PMAY പദ്ധതി പ്രകാരമെല്ലാം തന്നെ മുഴുവൻ ജനങ്ങൾക്കും വീടുകളെല്ലാം തന്നെ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ 120 വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ 2021-22 വർഷത്തില് 29 വീടുകള്, 2024-25 വർഷത്തിൽ 140 വീടുകളാണ് നമുക്ക് PMAYയിലൂടെ കൊടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ടോയ്ലറ്റ് മെയിൻ്റനൻസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് 100-ലധികം കുടുംബങ്ങൾക്ക്, ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് കണ്ടെത്തി അത് വിഒമാരുടെയും വാർഡ് മെമ്പർമാരുടെയും എല്ലാം പരിശ്രമത്തിന്റെ ഫലമായി അങ്ങനെ കണ്ടെത്തി തന്നെയാണ് അവർക്ക് ഇന്ന ടോയ്ലറ്റുകൾ, വീടുകളൊക്കെ നൽകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സഹായഹസ്തവുമായി എത്തിച്ചേരുന്ന വിവിധ ഫൗണ്ടേഷനുകൾ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ നിർധനരായ ആളുകൾക്ക് വീട് കൊടുക്കുന്നുള്ള ശ്രമങ്ങൾ കണ്ടെത്തി 4ഓളം വീടുകൾ അവർ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകൾ, അത് ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ ഒക്കെ നമ്മളോട് സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിലെ നിർധനരായ ആളുകളെ കണ്ടെത്തുന്നതിന് വാർഡ് മെമ്പർമാരുടെ സഹായത്തോടു കൂടി അങ്ങനെയും വീടുകൾ, അതായത് കാലതാമസം നേരിടുന്ന ആളുകൾക്ക് അങ്ങനെയും വീടുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ഇത്തരത്തിൽ അതിൻ്റെ നവീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി തുറന്നു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ തെരുവ് വിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കുന്ന പരിപാടികളെല്ലാം ഏതെല്ലാം രീതിയിലാണ് നിലവിലാക്കി വരുന്നത്? ഒന്ന്, ഗ്രാമീണ റോഡുകൾ നമുക്കറിയാം, ലഭ്യമായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് തന്നെ ഗ്രാമീണ റോഡുകൾ എല്ലാം തന്നെ പൂർത്തിയാക്കാൻ പരമാവധി ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലും മലയോര പ്രദേശമായ നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തില് ഒരു വർഷം നമുക്ക് ഏകദേശം 2 കിലോമീറ്ററോളം റോഡുകൾ ഒരു വർഷം നമുക്ക് തൊഴിലുറപ്പിപ്പെടുത്തി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ആശ്വാസമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നമുക്ക് 2 കിലോമീറ്ററോളം റോഡുകളാണ് ഒരു വർഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് വിവിധ വാർഡുകളിലെ യാത്രാ ദുരിതം മാറ്റുന്നതിന് വളരെ സഹായം ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയത്തക്ക ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ വഴിവിളക്കുകളുടെ കാര്യം, വഴിവിളക്കുകളുടെ 1ാം ഘട്ടത്തിൽ തന്നെ നമ്മൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയായ നരിയമ്പാറയിൽ നിന്നും വെള്ളാങ്കണ്ടം വരെ മെയിൻ റോഡില് അവിടുന്ന് വരുന്ന ചെറിയ പോക്കറ്റ് റോഡുകളിൽ ഏകദേശം 100 മീറ്റർ അകലം വെച്ച് 1ാം ഘട്ടത്തിലും, 2ാം ഘട്ടമായിക്കൊണ്ട് ഗ്രാമീണ ഉൾ വാർഡുകളിലെല്ലാം 1 കിലോമീറ്ററോളം സ്ട്രീറ്റ് മെയിൻ വലിച്ച് ലൈറ്റ് ഇടുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3ാം ഘട്ടമായിട്ട് അല്ലാതെയുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം വീണ്ടും ഒരു വാർഡുകളിൽ ഏകദേശം 18 ലൈറ്റോളം വെച്ച് അത് ഏകദേശം ഒരു 80% സീറ്റ് ഏരിയകൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത വർഷവും ഏകദേശം ഒരു 11 ലക്ഷം രൂപയാണ് ഈ സ്ട്രീറ്റ് മെയിൻ, അത് ഈ അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ അടുത്ത നവംബറിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ സമ്പൂർണ്ണ വഴിവിളക്കുള്ള ഒരു ഗ്രാമപഞ്ചായത്തായി മാറി എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. തീർച്ചയായും. വിദ്യാഭ്യാസ രംഗത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ വിദ്യാർത്ഥികൾക്കായാലും ഈ മുതിർന്ന കുട്ടികൾക്കായാലും തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 9ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 കോളേജുകളുമാണുള്ളത്. പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെയും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് മാലിന്യ സംസ്കരണ രംഗത്തായാലും മറ്റ് കേരളോത്സവം പോലുള്ള പരിപാടികളിലായാലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് എല്ലാ സ്കൂളുകളെയും അവർക്ക് ഒരു കോമ്പറ്റീഷൻ എന്ന മുഖേന മാലിന്യ സംസ്കരണം എങ്ങനെ നടപ്പിലാക്കാം, അത് എല്ലാ കുട്ടികളുടെ ഹരിതസഭ കൂടുകയും അങ്ങനെ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്കൂളുകൾ, പിന്നെ അതുപോലെ നമുക്കുള്ളത് നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 2 LP സ്കൂളുകളാണ്. അത് 2 ട്രൈബൽ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ കുട്ടികൾ സാധാരണ കുട്ടികളായതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ അവിടെ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും അടുത്ത വർഷവും തുടരുന്നതിന് വേണ്ടി ഉള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അത് അങ്ങനെ വിദ്യാർത്ഥികൾക്ക്, അതായത് ആഹാരം ഇല്ലാത്ത മൂലമില്ല കഴിക്കാതെ വരുന്ന കുട്ടികൾക്കോ ഒക്കെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് തലകറക്കോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം കണ്ടുകൊണ്ട് നമ്മുടെ 2 സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതി നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇനി നടപ്പിലാക്കാനുള്ളത്? ഭാവിയിൽ നമുക്ക് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് 1 മാലിന്യം, 2 ലഹരി. ഈ 2 മാലിന്യവും ലഹരിയുമാണ് പഞ്ചായത്ത് ഇനി ഏറ്റവും വലിയ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹം
അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത്. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. 16 വാർഡുകളിൽ തന്നെ 39 മിനി MCFകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ ഒരു MCF ഉണ്ട്. അതുപോലെ തന്നെ ജൈവമാലിന്യങ്ങൾക്കായിക്കൊണ്ട് ഒരു 10 സെന്റിൽ താഴെ താമസമുള്ള 10 സെന്റിൽ താഴെ ഉള്ള വീടുകളിൽ അവർക്കാണ് മാലിന്യം അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന അടുക്കള മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളത്. അങ്ങനെയുള്ള വീടുകളെ മാത്രം കണ്ടെത്തിക്കൊണ്ട് 800ഓളം വീടുകളിൽ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായി ജീവൻ, അതായത് അടുക്കള മാലിന്യം ജൈവവളമാക്കി മാറ്റുകയും അത് മുറ്റത്തെ കൃഷിക്കോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലോ അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി മണൽക്കിറ്റ കൊടുക്കുമ്പോൾ ചാക്കിലൊക്കെ വളർത്തുന്നതിന് വേണ്ടി ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള ഉപാധികളും ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് സുരേഷ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി സുരേഷ്. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തുകളുടെ സമഗ്ര വികസനങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.